ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനുകൾ, ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഇടങ്ങൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് വലിയ പരിശോധനകൾ നടക്കുകയല്ലേ സന്തോഷ്? ഒപ്പം തന്നെ സന്തോഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി നൽകാനുണ്ട്. 7:23 നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. നമ്മളാണ് ഈ വാർത്ത ആദ്യമായി പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിയത്. ഞാനത് എടുത്തു പറയാൻ കാരണം, ഇപ്പോൾ ഈ വാർത്ത ഒന്നാമതായി നൽകിയെന്ന അവകാശവാദവുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. അവകാശവാദങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. പക്ഷേ സത്യമായി പറയുന്നു, ഇന്ന് പുലർച്ചെ 7:23 ഈ വാർത്ത നിങ്ങളുടെ മുൻപിലേക്ക് ആദ്യം എത്തിക്കുന്നത് കൈരളി ന്യൂസ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഓൺ കൈരളി ന്യൂസ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. മറ്റേത് ചാനലുമായി നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. ആദ്യം വാർത്ത നൽകിയത് നമ്മൾ തന്നെയാണ്. സന്തോഷം, വളരെ വേഗം. തീർച്ചയായും മനു, നമ്മൾ ഈ വാർത്ത നൽകി 10 മിനിറ്റിന് ശേഷമാണ് മറ്റുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് കൊടുക്കുന്നത്. അതെന്തായാലും അവരുടെ മാധ്യമധർമ്മം അതുപോലെ നടക്കട്ടെ. നമുക്ക് ഈ വാർത്ത ലഭിച്ചതിന് ശേഷം അതിൽ വളരെ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം വരുത്തി. കാരണം അത് നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു വാർത്തയിൽ ഏതെങ്കിലും ചെറിയ സൂചനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്ന ഒരു വാർത്തയായിരുന്നില്ല ഇതൊരു വലിയ വാർത്തയായിരുന്നു. വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണത്തിന് ശേഷമാണ് നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത്. അത് ആദ്യഘട്ടത്തിൽ കാരണം ജയിലിലെ തിരച്ചിൽ പൂർത്തിയാകുന്നത് വരെയും നമുക്ക് ആ വാർത്ത നൽകാതെ കാത്തിരിക്കേണ്ടി വന്നതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ജയിൽ അധികൃതരും അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സൂചനകൾ ലഭിച്ച സ്ഥലത്തു നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് തന്നെ ഏക്കർ കണക്കിന് വരുന്ന കണ്ണൂർ ജയിലിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള നേരിയ സംശയം ജയിൽ അധികൃതർക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള മുഴുവൻ സ്ഥലവും അരിച്ചുപൊറുക്കി ഈ ഗോവിന്ദസ്വാമിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് ജയിൽ അധികൃതർ എത്തുന്നത്. ആ സ്ഥിരീകരണത്തിന് ശേഷമാണ് കൈരളി ന്യൂസ് ഈ വാർത്ത ആദ്യം ലോകത്തെ അറിയിക്കുന്നത്. ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ള വാർത്ത. ഇനി നമുക്ക് ഇതിന്റെ അന്വേഷണവും അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ഏതായാലും മനു പറഞ്ഞതുപോലെ തന്നെ ഈ എല്ലാ തരത്തിലുള്ള പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകൾ, അതോടൊപ്പം തന്നെ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കാസർഗോഡ് ജില്ലാ അതിർത്തിയിലും പ്രധാനപ്പെട്ട ഈ ഒരു സമയത്തിനുള്ളിൽ എത്താനുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ ജില്ലകളിലേക്കും ഹൈ അലർട്ട് മെസ്സേജ് പോയി കഴിഞ്ഞോ സന്തോഷം? എല്ലാ ജില്ലകളിലേക്കും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിലേക്കും പോലീസിന് ഹൈ അലർട്ട് നൽകിയിട്ടുണ്ട്. കൊടും കുറ്റവാളി ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ള വിവരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോറികൾ ഉൾപ്പെടെ ചരക്ക് ലോറികൾ ഉൾപ്പെടെ നിർത്തി പോലീസ് വളരെ വിശദമായി പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ സൈബർ പോലീസ് കേരളത്തിന്റെ വളരെ മികവുറ്റ പോലീസാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് ഒരു പ്രത്യേക സംഘം തന്നെ ആ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ അന്വേഷണം ആണ് ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത്. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിക്കാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഗോവിന്ദസ്വാമിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വാഹന പരിശോധന, റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്കൊപ്പം തന്നെ സഹതടവുകാരെ കൂടി ചോദ്യം ചെയ്യാൻ, അവരിൽ നിന്നുകൂടി മൊഴിയെടുക്കാൻ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അവരൊട്ടും വൈകിക്കാതെ തന്നെ, കാരണം ഓരോ മണിക്കൂറുകൾ വൈകും തോറും ഗോവിന്ദസ്വാമി കൂടുതൽ അകലങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ വളരെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം, ജയിൽ ചാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. ആ സമയത്തിനകം തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് കൂടുതൽ പോലീസിന് കൂടുതൽ കുഴപ്പിക്കുന്ന നിലയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ആദ്യ മണിക്കൂറുകളിൽ പോലീസ് അതിന്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജയിൽ മറ്റ് സഹതടവുകാരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. മുഴുവൻ CCTVകളും പരിശോധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സാധ്യതകളും, രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും